കഴിഞ്ഞ നിങ്ങളുടെ ഡിസ്കഷനൊക്കെ? ഞങ്ങൾക്കൊരു ഉത്തരമല്ല, ചോദ്യമാണുള്ളത്. നിങ്ങൾ റിലേഷൻ ആയതിനു ശേഷേ അവന് തീരെ സമയമില്ല, ഞങ്ങൾക്ക് പോലും അവനെ കിട്ടില്ല. അവന്റെ സമയമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണ ചോദിച്ചറ? നിങ്ങളുടെ കൂടിയില്ല എന്റെ കൂടിയില്ല, പിന്നെ ഈ സമയമൊക്കെ ആളെ എവിടേക്ക് പോണേ? ഞാൻ എന്തൊക്കെ കാര്യം ചെയ്തിട്ടാണെന്നറിയോ ആൾക്ക് വേണ്ടിട്ട് സമയം കണ്ടെത്തണേ? അല്ല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക ഒരു കാര്യം. ഈ പെമ്പിള്ളേർക്ക് എവിടുന്ന സമയം? രാത്രി 2 മണി വരെ കോൾ ചെയ്യണം, സുഖമായി ഉറങ്ങണം, കുളിക്കാനായാലും മേക്കപ്പ് ചെയ്യാനായാലും സമയം, ഡ്രസ്സ് വാങ്ങാനായാലും ഇട്ടിട്ട് വരാനായാലും സമയം, ഫുൾ ടൈം ഇൻസ്റ്റയിലും ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് പ്രണയിക്കാൻ എവിടുന്ന് നിങ്ങൾക്ക് സമയം കിട്ടണേ? ഞങ്ങൾ പെണ്ണുങ്ങളെ അതാണ് എല്ലാത്തിനും പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ ആവശ്യമുള്ളതിനൊക്കെ സമയം കണ്ടെത്താൻ പറ്റും. നിങ്ങൾ എന്തിനാ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്? ഒരു സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ തലേ കൂടെ എന്തിനാ പോവാറ്? പേര് കേട്ട തറവാടി പോക്കിരിക്ക് തെമ്മാടി മണ്ണിലെ സത്യമേ സോമകന്യകേ. ധന്യ പ്രശ്നം എന്ത് പറഞ്ഞാലും അവസാനം കുടിയിലേക്ക് എത്തും. ഞാൻ ആളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ കൊണ്ട് കുഴിയിൽ ചാടിക്കും. അയാൾ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്നോണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നത്. നീയൊക്കെ കുടിച്ച് ഓടയിൽ കിടന്നാലേ ആരും ചോദിക്കാനും ഉണ്ടാവില്ല, പരാതി പറയാനും ഉണ്ടാവില്ല. പക്ഷെ ആളുടെ കാര്യം അങ്ങനെയല്ല, ഞാനുണ്ട്. നീയൊക്കെ കുടിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യും, ഓടയിൽ കിടക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യും. ആളെ കൊണ്ടുപോയിട്ട് കുടിപ്പിക്കുമ്പോൾ ആളുടെ ജീവിതം മാത്രമല്ല എന്റെയും കൂടി ലൈഫാണ് നശിച്ചു പോണേ. നശിച്ചൊരു ഫ്രണ്ട്സ്. ഒരു പെണ്ണൊരുത്തിനെ നന്നാക്കാനായിട്ട് നോക്കുമ്പോൾ 100 കൂട്ടുകാരന്മാർ വരും നശിപ്പിക്കാനായിട്ട്. ഞാൻ പറയട്ടെ, നീ പറയണ്ടല്ലേ? ഞാൻ പറയും. ഒന്ന് ചിഞ്ച നീ പറഞ്ഞ തെറ്റു, അതുകൊണ്ടല്ലേ. പെങ്ങളെ ഡയലോഗൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ ഒരു കാര്യത്തിൽ പ്രശ്നമുണ്ട്. നിന്നെ എത്ര വട്ടം വിളിക്കും? 2-3 വട്ടം വിളിക്കും. 2-3 വട്ടം പോണം നോക്കി. നീ 20 വട്ടം വിളിച്ചിക്കണേ. നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ സംസാരിക്കാറ്? ഫുഡ് കഴിച്ചോ? കൂടിപ്പോയൊരു മുത്തം ചോദിക്കും. ഞങ്ങളെ വിളിച്ചെന്താ പറയാന്നറിയോ? കാരണം ആര് ഏത് പൊലത്തിലാണുള്ളത്, വല്ല അടിക്കാൻ കൊണ്ട് വെക്കടാ, അല്ലെങ്കിൽ നിന്നെ അടിച്ച് തലമണ്ട വിളിക്കുന്ന പറയാ. അവൻ നിന്നെ വിളിച്ച നീ വെക്കാൻ സമ്മതിക്കാറില്ലല്ലോ. അതേപോലെ തന്നെ അടി തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ നിർത്താൻ സമ്മതിക്കില്ല. അടിക്കാൻ സാധനം ഇല്ലെങ്കിലേ അവനിപ്പോ പിടിക്കും. ഇങ്ങനെയല്ല അന്ന് കാണിച്ചാ. പിന്നെ നീ പറഞ്ഞൊരു കാര്യം ഭയങ്കര വിഷമമായി ഞങ്ങൾക്ക്. അവൻ നശിക്കണത് ഞങ്ങള് കാരണാണ്. ഒറ്റയ്ക്ക് മൂഞ്ചി കുടിച്ച് ഒറ്റയടിക്ക് പോകേണ്ട കരളായിരുന്നു അവന്റെ. ഇപ്പൊ ഞങ്ങളൊക്കെ കുടിച്ചായിരുന്നു 3 പേരുടെ കരള ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കണേ. ഒരു കാര്യം അറിയോ? പൈപ്പള്ളം കുടിക്കണായിരുന്നു ഞാനാ. അയാളെ പിന്നിട്ട് മാട്ടടിക്കുക. കറക്റ്റ് ഡയലോഗ് ഞാൻ പറഞ്ഞ. അവന്റെ ലൈഫിക്ക് ഒരു പെണ്ണ് വന്നതിന് ശേഷം അവന്റെ കുടിക്ക് ഒരു കുറവില്ല. കുടിക്കാനുള്ള ഒരു കാരണം കൂടിയിട്ടുള്ളൂ. നമ്മൾ അയാളെ സപ്പോർട്ട് ചെയ്യാനല്ലേ വന്നത്. നമ്മൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആൾക്ക് വള്ളി കിട്ടില്ലേ? വള്ളി കിട്ടും. അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, നീയല്ലേ പറഞ്ഞ. വർത്താനം ഇഷ്ടപ്പെട്ടില്ല. നീ എല്ലാം തെറ്റിക്കണതാ. അവളുടെ അടുത്ത് പറയുമ്പോ നിന്റെ ഡയലോഗ് കറക്റ്റായി. നീ ശ്രദ്ധിച്ചാ? അവൻ ചോദിച്ചാൽ ഇങ്ങനെ തന്നെ പറഞ്ഞോട്ടെ, എല്ലാം നീ പറഞ്ഞത് കറക്റ്റ് ആയിട്ട്. ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടാ. ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ ജിഞ്ചം പൊട്ടണ എന്റെ ഭാഗ്യം. ഒന്നല്ലടാ.